ഹായ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മുതതല ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ഷംല ടീച്ചറാണ്. വെൽക്കം. ആദ്യം നമുക്കൊന്ന് ഔപചാരികമായി പരിചയപ്പെടാം. ഷുവർ. ഞാൻ ഷംല. എൻ്റെ വീട് കാരക്കുത്താണ്. കോരക്കോട്ടിൽ സെയ്താലിക്കുട്ടി, സുബൈദ എന്നീ ദമ്പതികളുടെ മകളാണ് ഞാൻ. 15 വർഷം മുന്നേ താളിക്കുന്നത്ത് ഹാരിസുമായി വിവാഹം കഴിഞ്ഞു. ഇപ്പൊ വടക്കുമുറിയാണ് താമസം. ഞാനൊരു കലാകാരിയാണ്, അതിലുപരി ഒരു ടീച്ചർ കൂടെയാണ്. ട്രെൻഡിന്റെ സ്കൂളിൽ 1 വർഷം ടീച്ചറായി വർക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം ഞാൻ കലയോടുള്ളൊരു താല്പര്യം കൊണ്ട് ഇപ്പോൾ 2 വർഷത്തെ ഫൈൻ ആർട്ട് ആൻഡ് ആനിമേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ആ രീതിയിലും ഞാനൊരു ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യണത്. എനിക്ക് കല എന്നതാണ് എൻ്റെ ഒരു പാഷൻ. അപ്പോൾ ഒരു ടീച്ചറാണ്, അതിലുപരി ഒരു കലാകാരി കൂടിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തവണ വാർഡ് മെമ്പറായി മത്സരിക്കാൻ തീരുമാനിച്ചത്? ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്നാൽ അതൊരു ബ്ലോക്ക് മെമ്പറെ പോലെയോ ഒരു ജില്ലാ മെമ്പറെ പോലെയോ MLA പോലെയോ MPO പോലെയോ അല്ല. ഓരോ വീടുകളിലും ആഴ്ന്നിറങ്ങി ഓരോ മനുഷ്യരിലും ആഴ്ന്നിറങ്ങി പ്രവർത്തിക്കേണ്ടുന്ന ഒരു പദവിയാണ്. ജനങ്ങളുമായി ഏറ്റവും നന്നായി ഇടപഴകി പ്രവർത്തിക്കാനും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കാനും കഴിയുന്നതായിരിക്കണം ഒരു വാർഡ് മെമ്പർ. അതെ, തീർച്ചയായും. ഒരു വാർഡ് മെമ്പർ എന്ന് പറയുമ്പോൾ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കേണ്ട ഒരാൾ തന്നെയാണ്. ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് പാർട്ടി എന്നെ ഏൽപ്പിച്ച ഈ ഒരു ഉത്തരവാദിത്തം ഞാൻ സന്തോഷപൂർവ്വം ഏറ്റെടുത്തത്. ഷംല ടീച്ചർ ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നിലവിലെ നാട്ടിലെ ഒരു സ്ട്രെങ്ത്തും വീക്ക് പോയിന്റ് ആയിട്ട് കണക്കാക്കുന്നത്? നമ്മുടെ നാട്ടില് പല രീതിയിലെ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, പല സംഘടന രീതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷെ നാടിനൊരു പ്രശ്നം വന്നാൽ ഒറ്റക്കെട്ടായി ഒരുമയോടെ നേരിടുന്ന ഒരു മനസ്സായിട്ടാണ് ഞാൻ ഇന്നിവരെ കണ്ടിട്ടുള്ളത്. അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ കോൽക്കുന്നിലെ ഒരു കോറിയുടെ വരവ്. നമുക്ക് ഭീഷണിയാവുന്ന ഈ കോറിയുടെ ഒരു വരവിനെ തടയാൻ വേണ്ടി നമ്മൾ ജനങ്ങൾ ഒറ്റക്കെട്ടായി നേരിട്ടത് ഞാൻ അറിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ്. അന്ന് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാവരും ഒരുമിച്ച് നേരിട്ടു. അതാണ് നമ്മുടെ നാടിന്റെ ഐക്യവും ശക്തിയും. ചെറിയ ചെറിയ ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അതിനൊക്കെ മറികടക്കുന്നതാണ് നമ്മുടെ നാടിന്റെ ഐക്യം. എല്ലാ കാൻഡിഡേറ്റ്സും പറയുന്ന പോലെ തന്നെ ജനസേവനം എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ഉദ്ദേശം. സോ ഈ ജനങ്ങളെ സേവിക്കുക എന്നുള്ള മേഖലയിൽ സാമൂഹികപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള മുൻപരിചയം എന്തെങ്കിലും ഉണ്ടോ? ഓരോ വ്യക്തിയിലും രാഷ്ട്രീയ ബോധം ഉണ്ടായിരിക്കുക എന്നത് നിർബന്ധമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. രാഷ്ട്രീയപരമായി മുസ്ലിം ലീഗിന്റെ ആശയത്തെയാണ് ഞാൻ പിന്തുടരുന്നത്. നിലവിൽ ഞാൻ വനിതാ ലീഗിന്റെ പട്ടാമ്പി മണ്ഡലം സെക്രട്ടറിയാണ്. 1-ാം വാർഡിന്റെ കാരക്കുത്ത് ഭാഗവും 13-ാം വാർഡിന്റെ തോട്ടിൻകര ഭാഗവും കൂടെ ഒന്നാക്കിയിട്ടാണല്ലോ നിലവിൽ 17-ാം വാർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വാർഡിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഞാൻ ജനിച്ചു വളർന്ന നാടാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ കാരക്കുത്തായാലും തോട്ടുങ്കര ആയാൽ പോലും ഒരു 80% ആളുകളെ ഞാൻ പേഴ്സണലി അറിയുന്നവരാണ്. അതുകൊണ്ട് അവരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ഓക്കെ, ഇൻ കേസ് താങ്കൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 5 വർഷത്തിൽ എന്തൊക്കെ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്? നേരത്തെ പറഞ്ഞല്ലോ, ഒരു വാർഡ് മെമ്പർ എന്നാൽ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കേണ്ടുന്ന ഒരാളാണ് എന്ന്. ജനങ്ങളുടെ പ്രധാന പ്രശ്നമാണല്ലോ റോഡ്, കുടിവെള്ളം, പാർപ്പിടം, സ്ട്രീറ്റ് ലൈറ്റ്. ഇതിനാണ് പ്രധാന മുൻഗണന നൽകുന്നത്. റോഡ്, കുടിവെള്ളം, സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ അടിസ്ഥാന പ്രശ്നങ്ങളാണല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ എങ്ങനെയാണ് സമയബന്ധിതമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്? ഒരു വാർഡിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പഞ്ചായത്തിലെ മെമ്പറുടെ ഒരു ഫണ്ട് കൊണ്ട് മാത്രം കഴിയില്ല. ഇവിടെയാണ് നമ്മൾ ഒരു വാർഡ് മെമ്പർ എന്ന നിലക്ക് നമ്മുടെ ബ്ലോക്ക് മെമ്പറിൽ നിന്നും ജില്ലാ മെമ്പറിൽ നിന്നും MLA MP ഫണ്ടുകൾ ഉപയോഗപ്പെടുത്താൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പരിശ്രമിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ എല്ലാ പ്രശ്നങ്ങളും സമയബന്ധിതമായി പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു വനിതാ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് എന്തെങ്കിലും പ്രത്യേക വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഒരു വനിത എന്ന നിലയിലും അതിലുപരി ഒരു വനിതാ ലീഗിൽ പ്രവർത്തിച്ചത് മുതലും ഒരു സ്ത്രീയുടെ മാനസിക വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ നന്നായി മനസ്സിലാക്കിയ ഒരു വ്യക്തി കൂടിയാണ്. തീർച്ചയായും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി പുതിയ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻ കേസ് തെരഞ്ഞെടുക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വാർഡിന്റെ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനും അതുപോലെ തന്നെ ജനങ്ങളുടെ സജഷൻസ് എടുക്കുന്നതിനും വേണ്ടിയിട്ട് എന്തൊക്കെ രീതികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഉള്ളത് ഒരു ഡിജിറ്റൽ യുഗത്തിലാണല്ലോ. സർക്കാർ തലത്തിലുള്ളതാണെങ്കിലും മറ്റു ജനങ്ങൾ അറിയേണ്ട വിഷയങ്ങളാണെങ്കിലും അത് എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി 2 മേഖലകളാക്കി 2 വാട്സപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങും. ഞാൻ ഈ വാർഡിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ എന്നെ തെരഞ്ഞെടുത്തതിൽ ജനങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ഓക്കെ, എനിവേ നിങ്ങളുടെ ആശയങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കാൻ കഴിയട്ടെ. ബെസ്റ്റ് വിഷസ്. താങ്ക് യു.